ഹായ് ഫോക്സ്. സോ മാർക്കറ്റ്സ് പഴയ കണക്കായിട്ടുണ്ട്. സോ നമുക്ക് 2026 മെന്റർഷിപ്പ് റെസ്യൂം ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഫൈനൽ അവർ ട്രേഡിംഗ്. സോ ഫൈനൽ അവർ ട്രേഡിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് 3 മണി 3 PM തൊട്ട് നമുക്ക് 4:20 വരെയാണ് ഫൈനൽ അവർ ട്രേഡിംഗ് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സെയിം ആണ്. നമ്മൾ പ്രൈസ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചെല്ലും. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് റിവേഴ്സൽ കിട്ടും. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടുന്ന ടൈം ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ലിക്വിഡിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതേപോലെ നിങ്ങളുടെ ബയാസും ഇതിൽ അലൈൻഡ് ആയിരിക്കണം. സോ ഞാനിപ്പോൾ 1 മിനിറ്റ് ചാർട്ടിലാണുള്ളത്. നമുക്ക് എക്സാക്ട്ലി ഞാൻ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി പോയിന്റും ഉണ്ട്. നമുക്കപ്പോൾ മുന്നോട്ട് പോയി നോക്കാം. സോ നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത് പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. 352ലാണ് 1552ലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത് നമുക്കൊരു സ്മാർട്ട് മണി റിവേഴ്സിൽ കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് റിഫൈൻ ചെയ്ത് ചെന്നാൽ കാണാം. നിങ്ങൾക്ക് 15 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ തന്നെയാണ് ഈ ഒരു ബോഡി ക്ലോസ് ആയിരിക്കുന്നത്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബും നടന്നിട്ടുണ്ട്. ഇതൊരു ആക്ച്വൽ ബുള്ളിഷ് ഡേ ആയിരുന്നു. ഇത് ഫ്രൈഡേ ആണ്. സോ ഇതൊരു ആക്ച്വലി ഒരു TGIF ബുള്ളിഷ് ഡേ ആയിരുന്നു. ഇതൊരു ബെയറിഷ് വീക്കിന്റെ ഒരു ഫൈനൽ ഡേ ആണ്. സോ നമ്മൾ തിരിച്ച് റേഞ്ചിലേക്ക് റിട്രേസ് ആയ ദിവസമാണ്. അപ്പം ആ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ തൊട്ട് ഫുള്ള് നമുക്ക് ബുള്ളിഷ് ആണ് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് PM സെഷനിലും റിവേഴ്സൽ കിട്ടിയില്ല. സോ ഫൈനൽ അവറിലാണ് നമുക്ക് ആ ഒരു റിട്രേസ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഫൈനൽ അവറിൽ നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. മാക്രോ ടൈമിൽ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നു. നമുക്കൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് കണ്ടെത്തി. സോ നമുക്ക് ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് തിരിച്ച് പ്രൈസ് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എൻട്രീസ് പ്ലേസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻട്രി പ്ലേസ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് 357 ആണ്. സോ ഇതെങ്ങനെ പ്ലേ ഔട്ട് ആവും നോക്കാം. നിങ്ങൾക്ക് ഞാൻ ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് 1:1 നോക്കാനും 1:2 നോക്കാനുമാണ്. നമുക്ക് ഒരു നിയറസ്റ്റ് ലോ ഫോക്കസ് ചെയ്യാം. നിയറസ്റ്റ് ലോ എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യാവുന്നതെന്ന് ചോദിച്ചാൽ ഈ ലോസിലാണ് ആക്ച്വലി നമ്മൾ ലിക്വിഡിറ്റീസ് ഇരിക്കുന്നത്. ആൾക്കാർ എന്താ പറയാ സ്റ്റോപ്സ് ട്രെയിൽ ചെയ്ത് ആദ്യം ഇവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റൺ കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കും, അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവയ്ക്കും. സോ നമുക്ക് സേഫ് ആയിട്ട് ഈ ഒരു സ്പേസിൽ വെക്കാം. അത് തന്നെ ഒരു 1:5 hour ട്രേഡ് ആണ്. നമുക്കപ്പം ഫാസ്റ്റ് ഫോർവേഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് നമുക്ക് ക്യാപ്ചർ ആയി. സോ ഇതൊരു ചെറി പിക്ഡ് എക്സാമ്പിൾ അല്ല, ഇതൊരു പ്രോപ്പർ എക്സാമ്പിൾ തന്നെയാണ്. ഇത് ഞാനൊരു 1 hourൽ ഇതിന്റെ ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ കാണിച്ചു തരാം. ആ ഒരു 1 hour നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ പറഞ്ഞിരുന്ന ഗ്യാപ്പും നമ്മുടെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഇതാണ്. സോ ആ ഒരു 1 hourലെ സ്ട്രക്ചർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ലോങ് വിക്ക് ക്യാൻഡിലായിരുന്നു. നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ നമ്മുടെ 4 o'clockന്റെ ക്യാൻഡിൽ ഓപ്പൺ ആയി. നമ്മുടെ ആ ഒരു 4 o'clockന്റെ ആ ഒരു ചെറിയ വിക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ആ ഒരു ഗ്യാപ്പ് വരെ നമ്മൾ ആ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ചിന്റെ ആ ഒരു ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. നേരെ ഡ്രോപ്പ് ഓഫ് ആയി. നമുക്ക് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. തിരിച്ച് റിട്രേസ് ആയി. മാർക്കറ്റ് ക്ലോസ് ആയി. സോ ഇതിന്റെ ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് 3 o'clock to 4:20 വരെയാണ് ഈ ഒരു ടൈം പീരീഡ് വരുന്നത്. സോ ഈ ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങൾക്ക് ടൈം ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ UAE അതേപോലെ GCC കൺട്രീസിലുള്ളവരോ അത് യൂറോപ്പിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ മോഡലാണ് ആക്ച്വലി ഇത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഫോക്കസ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇതിന്റെ വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. സോ ഇത് നമുക്കൊരു സെക്കൻഡ് എക്സാമ്പിൾ ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോപ്പർ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ഈ മാർക്കറ്റ് തിരിയുന്നത്. സോ ഈ വീഡിയോയിൽ ഇനിഷ്യലി കണ്ട് ബോറടിച്ച് ഇറങ്ങിപ്പോയവർക്ക് ഈ ഒരു പാർട്ട് മിസ്സാവും. സോ നമ്മൾ നമ്മുടെ വീഡിയോസിന്റെ ജെംസ് ഒക്കെ നമ്മുടെ വീഡിയോസിന്റെ അവസാനമാണ് മാറ്റി വയ്ക്കുന്നത്. കാരണം ഇനിഷ്യലി ആ ഒരു 30% ഓഫ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഡ്യൂറേഷന്റെ 30%-ൽ തന്നെ 90% ആൾക്കാരെ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യും. സോ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പം ഫൈനൽ അവർ ടാർഗറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ അവറിന്റെ ബയാസ് നമുക്കൊരു നമ്മുടെ ഫൈനൽ അവർ പറഞ്ഞിരിക്കുന്നത് 3 o'clock to 4:20 വരെയാണ്. സോ ആ ഒരു ഫൈനൽ അവറിന്റെ ബയാസിന് മുമ്പുള്ള മാക്രോ എന്ന് പറയുന്നത് 245ന്റെ മാക്രോ ആണ്. സോ ആ ഒരു 245യുടെ മാക്രോയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ സ്മാർട്ട് മണി റിവേഴ്സൽ ആ ഒരു 2:30 ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ സ്മാർട്ട് മണി റിവേഴ്സൽ ആയിട്ട് 245 മാക്രോ അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളിപ്പം ഇതിപ്പോൾ എക്സാക്ട്ലി ടൈം എന്ന് പറയുന്നത് 2:39 ആണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ചുമ്മാ പാറ്റേൺ ട്രേഡിംഗ് അല്ല. ഇത് നിങ്ങൾ ബാക്കി എല്ലാം ഞാൻ ഇത്ര നാൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാമായിട്ട് നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത്. നമുക്കപ്പം ഫ്യൂച്ചർ പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രീസ് കിട്ടി. സോ നമ്മൾ ഇതുവരെ 3 മണി കയറിയിട്ടില്ല.
ഇതാണ് 3 മണിയുടെ ക്യാൻഡിൽ. 3 മണിയുടെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് 3 മണിയുടെ ക്യാൻഡിലിന് മുകളിലോട്ടൊരു വിക്ക് ഫോം ആവണം. ആ ഒരു വിക്ക് ഫോം ആയി. ആ ഒരു വിക്ക് ഫോം ആയതിനു ശേഷം നമ്മുടെ 3 മണിയുടെ ക്യാൻഡിൽ തിരിച്ച് ക്രാഷ് ആവും. സോ നമ്മുടെ ബെയറിഷ് ആണ്. നിങ്ങൾക്ക് 1:1. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 മണിക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 240യുടെ മാക്രോയ്ക്ക് എൻ്റർ ചെയ്യാം. ഈ മാക്രോയും ഈ ഒരു രണ്ട് കാര്യങ്ങളുമായിട്ട് നിങ്ങൾ വളരെ ഫെമിലിയർ ആണ്. നമുക്കിപ്പോൾ പ്രൈസ് ആ ഒരു 3.5 വരെ വന്നു. നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു എന്താ പറയാ ഈക്വൽ ലോസ് ഈ ഒരു ലിക്വിഡിറ്റീസ് ഗ്രാബായി. ഇത് എത്ര പോയിന്റ്സ് പോയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടം തൊട്ട് ലൈക്ക് ഒരു 422 തൊട്ട് നമുക്ക് ഒബിയസ്ലി ഉറപ്പായിട്ടും 100 പോയിന്റിന് മേളിൽ മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് 20, 30, 40 പോയിന്റ് പിടിക്കാനായിട്ട് ഒട്ടും പാടുള്ള കാര്യമല്ല. സോ ഇതാണ് ഫൈനൽ അവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു ഒബ്വിയസ് ലിക്വിഡിറ്റി പൂളിൽ ടാപ്പ് ചെയ്തു, അതേപോലെ ഒരു ഗ്യാപ്പിലും വന്ന് ടാപ്പ് ചെയ്തു. സോ ഇവിടുന്ന് ഇത് എക്സാക്ട് ഈ ഒരു ടൈം എന്ന് പറയുന്നത് 320 ആണ്. നിങ്ങൾക്ക് ഇതോടെ ട്രേഡ് അവസാനിപ്പിക്കാം. സോ ഈ ഒരു ദിവസത്തിന്റെ ബയാസ് ഫോം ആയത് ഈ ഒരു ദിവസം ഭയങ്കര ഒരു ബുള്ളിഷ് ഡേ ആയിരുന്നു. നമുക്കൊരു പ്രോപ്പർ റിവേഴ്സൽ ലഞ്ച് ടൈമിലാണ് കിട്ടിയത്. ആ ഒരു ലഞ്ച് ടൈമിന്റെ റിവേഴ്സൽ നമുക്ക് നമ്മുടെ ഫൈനൽ അവർ കണ്ടിന്യൂ ചെയ്തു. സോ ഫൈനൽ അവർ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ഇന്റേണലിലേക്ക് വരുന്ന ഒരു കാര്യമായിരിക്കും. കാരണം അത്രയും നേരം ആരായിരുന്നോ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവരുടെ പൊസിഷൻസ് ഓഫ്സെറ്റ് ചെയ്യാനായിരിക്കും ഫൈനൽ അവർ മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ഒരു ഫൈനൽ അവർ ട്രേഡിംഗ് മോഡലിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.